നമ്മുടെ സ്പെഷ്യൽ മസാല ചിക്കൻ സ്പെഗഡി. അപ്പൊ നമ്മ മിസ്റ്റർ ബീനിലെ കണ്ടല്ലേ ഇങ്ങനെ പോണത്. അപ്പൊ റെസിപ്പി ഫോളോ ചെയ്തിട്ട് എന്റെ പൊന്നാലെ 10 കിലോ കൊണ്ട് പിടിക്കാൻ പറ്റുള്ള അടിപൊളി സീക്രട്ട് അരച്ച മസാലയൊക്കെ ചേർക്കാൻ വേണ്ടത് നമ്മുടെ ഇതിന്റെ പാട്ടിയാണ് ചെമ്മരിയാടില്. ചെമ്മരിയാടിന്റെ നല്ല തേങ്ങ കൊത്തിട്ട് അങ്ങോട്ട് വറവലും കൂടി ഉണ്ടാക്കാൻ വേണ്ടെന്ന്. അപ്പൊ മച്ചാമാര് അടിപൊളി തറച്ചിക്കൊണ്ട് റെസിപ്പി ആട്ടാ. അപ്പൊ റെസിപ്പി ഫോളോ ചെയ്ത അപ്പൊ മച്ചാമാരെ കഴിഞ്ഞ പാട്ടിയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല കുറച്ച് റെസിപ്പീസ്. അതും പ്ലസ് നല്ല മട്ടനിൽ നല്ല ചെമ്മരിയാടിന്റെ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങാക്കൊത്തിട്ട് അങ്ങോട്ട് നെയ്യിൽ വരട്ടിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ട്, അത് ഉണ്ടാക്കാൻ വേണം. പിന്നെ നമ്മളെ ടർക്കിക്കൂടെ അവിടെ ഇരിപ്പുണ്ട് അവന്റെ. അപ്പൊ ഇതിന്റെയൊക്കെ മസാല എങ്ങനെയാണ് പുരട്ടേണ്ടത്, ഇതൊക്കെ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യേണ്ടത്, കഴിഞ്ഞ പാട്ടിൽ ഉണ്ടാക്കിയ കുറച്ച് ഫുഡിന്റെ റെസിപ്പീസ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതും കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി വീഡിയോ ആണ് പിന്നെ പാട്ടി. അപ്പൊ പഴയ ക്യാപ്റ്റൻ പോയി മച്ചാനെ, വി മിസ് യു. ആൻഡ് പുതിയ ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ ക്യാപ്റ്റൻ നമ്മുടെ പാട്ടിയുടെ മെയിൻ ആളാണ്ട്. അവർ രക്ഷയില്ല, ചിലപ്പോൾ ആഴ്ചയിൽ പാട്ടിയൊക്കെ ഉണ്ടാവും. അപ്പൊ മച്ചാനെ നമ്മ പൊളിക്കാൻ പോവാണ് ഫ്രീ ബിയർ വിത്ത് ചെമ്മരിയാട്. അപ്പൊ പൊളിക്കാല്ലേ. അപ്പൊ റെസിപ്പി ആണെങ്കിൽ ഫോളോ ചെയ്തോട്ടാ. നമ്മ ആദ്യം ചെമ്മരിയാടിന്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പൊ അത് ഓവനിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്താണ് ചെയ്യണത്. അപ്പൊ അതിന്റെ റെസിപ്പിക്ക് എന്ത് മസാല ചേർക്കണം നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ മച്ചാനെ ആവശ്യത്തിന് കുരുമുളക്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇപ്പൊ പൊടിച്ച് ഇറക്കിയിട്ടുള്ള പോലെ എന്ത് മണമെന്നറിയാം. ഇതിന്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടാ. അപ്പൊ കുറെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ മച്ചാനെ കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇട്ടാ, കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾ സഫോള ഗോൾഡ് എണ്ണ യൂസ് ചെയ്യണത്, ഹാർട്ടിന് ഹെൽത്തിന് നല്ലതാണ്. മച്ചാനെ ഇതെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കട്ട. ഈ ഒരു സാധനത്തിൽ നമ്മുടെ ചെമ്മരിയാട് അങ്ങാടെ ഇറങ്ങിച്ച് എന്നിട്ട് പണിയെടുത്താൽ പോകണം. എവിടെ ചെമ്മരിയാടെ? ചെമ്മരി ഞാനേ റഫദറായോണ്ടേ അവിടെ ഇവിടെയൊക്കെ ഇത് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഈ ഓടിപ്പോവാണ്ടിരിക്കാനേ. അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ നിലത്ത് വീഴുമ്പോണ്ടാറ റൈസ് കുക്കറിൽ ഇരിക്കണ്ട അതിൻ്റെ ഉള്ളിൽ. റഫദർ സ്റ്റാർട്ട് ചെയ്യണ്ടേ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യേണ്ട മച്ചാനെ. ഞാൻ വിചാരിച്ച എല്ലാ പരിപാടി തീർന്നു വിചാരിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാൻഡില്ലേ ട്രൈപോഡ് അത് നിലത്ത് വീണ് മൈക്ക് കണക്ട് ചെയ്യണ സാധനം ഒടിഞ്ഞു പോയി നടുക്കടയിൽ. എന്ത് ചെയ്യും, കടയിൽ പോയി വാങ്ങാൻ പറ്റുമോ? എന്നിട്ട് ഭാഗ്യത്തിന് 4th എഞ്ചിനീയർ ഡെന്നീസ് മച്ചാൻ്റെ സാധനം ഉണ്ടായ സ്പെയർ. അവനും ചെറിയ വ്ളോഗറാണ്. അപ്പൊ അവന്റെ കുത്തിയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നെ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം കൊളയേനെ മച്ചാനെ. എന്നാ ആലോചിച്ച് നോക്കിയാ, ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്നാലും ഞാൻ ഒരു സ്പെയർ വാങ്ങിച്ച് വെക്കണം, ബാംഗ്ലൂർ പോകുമ്പോ പുറത്ത് പോകുമ്പോ. അപ്പൊ മച്ചാനെ ദേ ഈ മസാലയിൽ അതങ്ങോട്ട് പുരട്ടി വെക്ക. അപ്പൊ മച്ചാനെ നമ്മുടെ തർക്കിക്കുട്ടന്നെ അങ്ങാട് ഒരുക്കാൻ പോയാണ് പൗഡറൊക്കെ ഇട്ടിട്ട് കുട്ടി മോനെ. അപ്പൊ ഇവനങ്ങടെ പൊളിച്ചെടുക്കാല്ലേ. അടിപൊളി അരച്ച മസാലയിൽ ഇവനങ്ങോട്ട് റോസ്റ്റ് എടുക്കാൻ വേണ്ട. അപ്പൊ അങ്ങോട്ട് മസാല അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പൊ മസാല തയ്യാറാക്കാം. ഒരു 4 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3 അല്ലി ഇഞ്ചി, കുറച്ച് ഗാർലിക്, ഒനിയൻ, ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കട്ടോ, കുറച്ച് പുതിനയില മല്ലിയില അങ്ങോട്ട് കുത്തി കയറ്റി വെക്കാട്ടാ. ഒരു കുരുമുളക് ഇട്ട് കൊടുക്കട്ടോ, കുരുമുളക്, നല്ല ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില്ലേ, നല്ല വോൾ മല്ലിയും കൂടി ഇട്ട് കൊടുക്കട്ടോ, നല്ല അടിപൊളി. ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. വിനിഗർ ഒരു കുറച്ച് കൂടുതൽ ഇട്ടോ, നല്ല റോസ്റ്റ് ചെയ്യാനാണ് അതിൽ. 1 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മച്ചാനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്ത് വന്നപ്പോഴേ 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ. അടിപൊളി പഞ്ച് കിട്ടും. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. എൻ്റെ ഇവനങ്ങോട്ട് വേറെ മസാലയിൽ കുളിപ്പിക്കാം, എന്നിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. പണിയുണ്ട്, വാ കണ്ടോ. നമുക്ക് പൊടികൾ റെഡിയാക്കാം. പൊടികൾ വാ. ഇതിലേക്കില്ലേ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, ഉപ്പ് 1.5 ടേബിൾ സ്പൂൺ, പിന്നെ അതേ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പൊ ഈ കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇവനങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാം നമുക്ക് കേട്ടാ. അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ആദ്യം ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഉപ്പുമുളകും ആദ്യം പിടിക്കണം, അല്ലെങ്കിൽ ഇത് പിടിക്കൂല വച്ചാനെ, മനസ്സിലായ. എൻ്റെ തൊലി നിങ്ങൾക്ക് കളയണേണ്ടെന്ന് കുറച്ച് നല്ലതെന്ന കാര്യം എന്ന് വെച്ചാൽ മസാല ഇറങ്ങി പിടിക്കണമെന്നുണ്ടെങ്കിൽ തൊലി കളയണമായിരിക്കും. എൻ്റെ ഒരു സജഷൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് തൊലി വെച്ചും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ അങ്ങാട് ഇട്ട് കൊടുക്കുക. അങ്ങനെ തിരിഞ്ഞ് കിടക്കുക അങ്ങോട്ട്, തിരിഞ്ഞ് കിടക്കുക. പുറമൊക്കെ അങ്ങോട്ട് തേച്ചുതരാ. ചെസ്റ്റിൽ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ചെസ്റ്റിലും കൂടി അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാ, കിടക്കടോ താൻ. അപ്പോൾ ഇതങ്ങോട്ട് വെച്ചില്ലേ. അപ്പോൾ ഇവനങ്ങോട്ട് കയറി എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലും കൂടി കുറച്ച് മസാല.
അച്ചോ 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 ഡോ ആഗ്രഹല്ലേട്ടാ നമ്മ ഇവനങ്ങട് പൊളിച്ചെടുക്കാൻ പോണേ. അപ്പൊ വാ അടിച്ചു കയറി വാതുക. സ്പെഷ്യൽ മസാല. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ആ മസാലല്ലേ അങ്ങാട് വെച്ച് കൊടുക്കട്ടെ മോനെ. എല്ലായിടത്തും അങ്ങനെ ആയി അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടാ. ആട് എല്ലായിടത്തും അങ്ങോട്ട് പെരട്ടി കൊടുക്കട്ടെ. തിരിഞ്ഞ് കിടക്കടോ. ഒരു സ്ഥലത്ത് കിടന്നാ അവിടെ കിടന്നു കൊണ്ടവരൊക്കെ. വാ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ദേ പുറത്തും കൂടി അങ്ങോട്ട് ഈ മസാല അങ്ങോട്ട് പിടിപ്പിക്കുക. ഈ സീക്രട്ട് റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ മച്ചന്മാരെ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കണ്ട കേട്ടാ. മസാല അങ്ങോട്ട് മറ്റേ ആദ്യം ആ പൊടിയൊക്കെ ഇട്ടില്ലേ, അപ്പൊ വെറ്റായിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇരിക്കും. അല്ലെങ്കിൽ ചുമ്മാ ഈ മസാല മാത്രം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ, മസാല പിടിക്കില്ല. എൻ്റെ ഇതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ കിടക്കടോ. ദൈവമേ എന്തൊക്കെ ചെയ്യണം. അങ്ങോട്ട് മസാജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കട്ടെ എല്ലായിടത്തും. മസാല മസാജ്. അപ്പൊ ഇവനങ്ങാട് ഫേഷ്യൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഇരിക്കട്ടാ. അപ്പൊ വിലക്കും. ഓക്കെ. അപ്പൊ ചാനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇവനങ്ങ് റഷ് ചെയ്യാൻ വിടാം. ഓക്കെ ചാനെ അടിച്ചു കയറി വാങ്ങ. ഇത് കഴിക്കണ്ട നമുക്ക്. ഇവനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പൊ സീക്രട്ട് മസാല അറിയാണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ഒരു പാട്ട് ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോലേ റഫദർ വന്നിട്ടുണ്ട്. ഒന്നും പറയണ്ട, കാലത്തമ്മ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇപ്പൊ നോക്കിയപ്പോ കപ്പൽ ആടണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ തിളക്കണ്ട് പോയിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് റഫദർ പാർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെഗഡി അങ്ങാട് ബോയിൽ ചെയ്യാൻ അങ്ങോട്ട് ഇടാം. അപ്പൊ സ്പെഗഡി ആണ് സ്പെഗഡി. അപ്പൊ നമ്മളെ ചിക്കനില് സ്പെഗഡി അങ്ങോട്ട് നമ്മുടെ ചൈനീസ് സ്റ്റൈലിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ലേ, അതിന്റെ റെസിപ്പിക്ക് നിങ്ങളെ കാണിച്ചു തന്നില്ല. അപ്പൊ അതെ ഇപ്രാവശ്യം കാണിച്ചു തരാൻ പോയാണ്. ഫുൾ ഡീറ്റെയിൽ റെസിപ്പി ഫോളോ ചെയ്യട്ടാ. അപ്പൊ കുറെ ഡിഷുകൾ ഉണ്ടാക്കേണ്ട വെച്ചാൽ മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ സ്പെഗഡി വെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്യണം. ഉപ്പിടണം, കുറച്ച് ഓയിൽ ഒഴിച്ചു. അപ്പൊ 3 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു സ്പെഗഡിയില് വെള്ളത്തിലിടുമ്പോ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് വേവൂല കേട്ടോ, ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഇത് വേറിട്ട് നിൽക്കണം കേട്ടോ. നമ്മ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് റഫദറിൽ നമ്മത് ഈ സാധനം അങ്ങോട്ട് ഇടേണ്ട. ഇതിട്ട് അങ്ങോട്ട് ലോക്ക് ചെയ്താൽ പിന്നെ ഇതേ ഇളകിയാലും മേത്തോട്ട് വീഴില്ല, തെറിച്ചേ വീഴുള്ളൂ. അപ്പൊ കുഴപ്പമില്ല, സൂക്ഷിച്ചും കണ്ടും പണിയെടുക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ പണിയെടുക്കണ ഷെഫുമാര്. ആലോചിച്ച് നോക്കിയേ, ചിലവരൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇളക്കണത് തള്ളല്ല. ചില നേരം കപ്പല് കുറച്ച് മുന്നോട്ട് നീങ്ങി തോന്നുന്നു, പക്ഷെ ചില നേരം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ മച്ചാനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങളൊക്കെ. റഫ് കൂടിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇടക്കിടക്ക് കാണണേണ്. അപ്പൊ മച്ചമാരെ നമ്മുടെ സ്പെഗഡി റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇത് സ്പെഗഡി കറക്റ്റായിട്ട് കുക്കായാലേ നമ്മുടെ ഇങ്ങനെ വെള്ള കളറായി വരും കേട്ടാ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് ഇത് ഇതാക്കിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് കുറച്ച് അത് നമുക്ക് സെറ്റാക്കാം. അപ്പൊ മച്ചാൻ ഇതങ്ങോട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഫുള്ള് തണുത്തോളം അങ്ങോട്ട് വയ്ക്കട്ടോ. അപ്പൊ അടുത്ത പരിപാടി നോക്കാം. അടുത്തതായി നമ്മ ഉണ്ടാക്കാൻ പോകുന്ന സാധനം മട്ടൻ റോസ്റ്റ്. എന്നിട്ട് അങ്ങോട്ടില്ലേ നെയ്യിൽ തേങ്ങയൊക്കെ വറുക്കിട്ട് അങ്ങോട്ട് ഇടാൻ വേണു. പോളി സാധനം ഉണ്ടാ. അപ്പൊ അതിന്റെ കൂടെ എന്ത് കഴിക്കാൻ പറ്റുന്ന കമന്റ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടിപൊളി ഓഫേഴ്സിനായി അടിച്ചു കയറി വാ. വെളിച്ചെണ്ണ വെച്ച് കൊടുങ്ങട്ടാ. കുടു കടുക് ഇട്ട് കൊടുക്കാം. ആ ചെന്നെ ഇറക്കിയ മട്ടനാട്ടാ. ഇപ്പൊ എന്തെണ്ണ നോക്കട്ടെട്ടാ. കുറച്ചേരും കൂടി ഇതങ്ങടെ റോസ്റ്റ് ആവട്ടെട്ടാ. ജീരകം ഇട്ട് കൊടുക്കാം, ഗാർലിക് ഇട്ട് കൊടുക്കുക, കുറച്ചധികം ഗാർലിക് വേണം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കുക, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. തന്നെ കുറച്ച് ഒനിയനൊക്കെ ഇട്ട് കൊടുക്കുക. ഒനിയൻ മതി ഇട്ട്. നല്ല ഡ്രൈ ഫ്രൈ ആണ്, അതുകൊണ്ട് കുറച്ച് ഒനിയൻ മതി. ഇത് നല്ലോണം മൂക്കണം, നല്ലോണം വാടണം കേട്ടോ. കുറച്ച് ഗ്രീൻ ചില്ലി അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താലേ വേഗം വാടും. അങ്ങാട് പടപടാന്നങ്ങോട്ട് മുരിയിട്ടാ. കുറച്ച് വറ്റൽ മുളകില്ലേ അങ്ങാട് അടുപ്പ് പൊടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയാണ് ഇത് സ്പെഷ്യൽ സാധനമാണ്. തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാ. ഇതങ്ങോട്ട് പൊളി ആകണം. പൊളി തക്കാളി കുട്ടന്മാരിട്ട് കൊടുക്കുക. അധികം കൂടെ ഉണ്ടോ, കുറച്ച് ഇട്ടാൽ ഇത് നല്ല ഡ്രൈ റോസ്റ്റ് ഉണ്ടോ. അപ്പൊ ഇതങ്ങാട് വരണ്ട് രണ്ടിരിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കണത്. നമ്മുടെ മട്ടനെ ഇടാൻ റെഡി ആട്ടോ. മട്ടൻ നല്ല അടിപൊളി. എല്ലാ സാധനം കൂടെ അങ്ങോട്ട് ഇതിലോട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയാണ് മോനെ മാജിക് സാധനം. ഗ്രേവി നല്ല ഗ്രില്ലായ മട്ടനല്ല ഇട്ടത്. ഞാൻ പറഞ്ഞു മട്ടനായി പോയി. ഇത് ചെമ്മരിയാട്. അപ്പൊ നമ്മുടെ ചെമ്മരിയാട് കുട്ടന്മാരിതേ അതിന്റെ നെയ്യിലൊക്കെ കിടന്ന് ഇങ്ങനെ ഗുളു നാവണ്ടട്ടാ. ഈ ടൈമിൽ നമ്മൾ പൊടിച്ചു വെച്ചു നല്ല
ഇത് നല്ല സ്പൈസിയാണ്, സ്പൈസി ഡിഷാണ്. നല്ല വറ്റൽമുളക് പൊടിച്ചത്. ഓ എന്ത് വേണം വേറെ. എന്നിട്ട് ഇവൻ ഇതിൽ കിടന്ന് അങ്ങോട്ട് റോസ്റ്റ് ആവുകയും ഞാൻ പറയണ വരെ നീ ഇതിൽ കിടന്ന് അങ്ങോട്ട് റോസ്റ്റ് ആയിക്കോളാം കേട്ടോ. അപ്പം മച്ചാനെ അടിപൊളി ഓഫറാണ് നമ്മുടെ മെക്ഡോണൽഡ്സ് നമുക്കിപ്പോ തന്നേക്കണത്. 149 രൂപക്ക് പർച്ചേസ് ചെയ്തതല്ലേ ഫ്രീ ആയിട്ട് പപ്സ് അവർ തന്നെ നമുക്ക്, പിന്നെ ഫ്രീ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അടിപൊളി ക്യാഷ് ബാക്ക് ഓഫർ, ആ ഓഫർ ഈ ഓഫർ കുറെ ഉണ്ട്. എല്ലാത്തിന്റെയും പ്രൊമോ കോഡ് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നമ്മുടെ ഈ കാണുന്ന പ്രൊമോ കോഡ് വെച്ചാല് നമുക്ക് മെക്ഡോണൽഡ്സിൽ നിന്ന് ഓർഡർ ചെയ്ത അടിപൊളി ഓഫേഴ്സ് ആണ് നമുക്ക് കിട്ടാൻ പോണത്. അച്ഛനെ ഈ ടൈമിൽ കുറച്ച് നെയ്യ അടിപൊളി തേങ്ങ അങ്ങോട്ട് തേങ്ങാക്കൊത്ത് അങ്ങോട്ട് വറക്കട്ടെ എന്റെ പൊന്നോ. ഇതിന്റെ നെയ്യങ്ങാട് മുറ്റ് മഞ്ഞുണ്ട്, അതിന്റെ ഇടയിൽ നമ്മൾ തേങ്ങാക്കൊത്ത് ബിരിയാണിന്റെ ആ ഒരു സ്പെഷ്യൽ നെയ്യുണ്ട്, അത് ഉരുകിയിട്ട് ഒരു മണമനുണ്ട്. ഈ ടൈമിൽ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല അങ്ങോട്ട് തൂക്കി അങ്ങോട്ട് കൊടുക്കട്ടോ. മുളക് പൊടി അങ്ങോട്ട് ഗുടുന്നിട്ട് കൊടുക്കുക. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക, തുളുമ്പി കൊടുക്കുക. അപ്പൊ അതിന്റെ അടിയിലത്തെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടി അങ്ങോട്ട് എൻഹാൻസ് ചെയ്തിട്ട് ഈ മട്ടണിലോട്ട് അങ്ങോട്ട് പിടിക്കും. ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. BDF പോലെയൊക്കെ എല്ലാന്ന്. അപ്പൊ BDF പോലെയല്ല, പക്ഷെ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല ബാർലി ഷോപ്പിലേക്ക് കിട്ടൂലേ അതുപോലെ സാധനം അറിയാലോ. അതെ തേങ്ങാക്കൊത്ത് നെയ്യിൽ അങ്ങോട്ട് ഫ്രൈ ആവുന്നുണ്ട്, അതങ്ങനെ നടക്കട്ടെ ഒരു സൈഡിൽ. അപ്പൊ മച്ചാനെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് അങ്ങോട്ട് തൂക്കി കൊടുക്കാം. ഇത് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കണോണ്ടോ, ഇത് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ മോനെ നിങ്ങൾ ചട്ടിയിലുള്ള സാധനം കണ്ടില്ലേ, പൊളപ്പൻ സാധനം. ചെറിയുള്ളി അതൊക്കെ ഇട്ട് ചെയ്താൽ നമ്മുടെ നെയ്യിൽ വറുത്ത ഒരു തേങ്ങാക്കൊത്തില്ലേ ഇതിലോട്ട് അങ്ങനെ തൂവാൻ വേണം. ഓ ഇതാണ് ദ ബെസ്റ്റ്. നല്ല പൊളപ്പൻ നല്ല ഇതൊക്കെ നാട്ടില് ബീഫൊക്കെ വെച്ചാണ് ചെയ്യണം. മട്ടനൊക്കെ വെച്ച് ചെയ്യാറുണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നാലും നമ്മ ചെമ്മരിയാട് വെച്ച് അറിഞ്ഞേക്കണം, ചെമ്മരിയാട് വെച്ച്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പൊ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടുണ്ട് പൊളപ്പൻ ടൊമാറ്റോ കെച്ചപ്പ്. ഇതൊരു സീക്രട്ട് റെസിപ്പി ഉണ്ട്, പഠിച്ചോട്ടാ. കുറച്ച് ബാലൻസ് ആവാനായിട്ട് കുറച്ചിട്ടാ മതി. ഷെഫുമായിരിക്കും അറിയാം, ഹോട്ടലിലൊക്കെ ചെയ്യാറുള്ളതാണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇങ്ങനത്തെ സാധനത്തിൽ കിട്ടാല്ലേ പോളിട്ട് ശരിക്കും. ഇനി അങ്ങോട്ട് മാറ്റി നോക്കട്ടാ. ഓ നല്ല വരണ്ട് വന്നിട്ടുണ്ട്. വരണ്ട് പൊളപ്പൻ നല്ല ചെമ്മരിയാട് റോസ്റ്റ് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ. റോസ്റ്റ് നല്ല ഡ്രൈ ഫ്രൈ ആണ്, ഡ്രൈ ഫ്രൈ പൊളപ്പൻ ചെമ്മരിയാട്. ഓ സ്മെല്ലാറേ. ഏറ്റവും അവസാനം കുറച്ച് നമ്മുടെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ കൊറിയാണ്ടർ ലീഫും കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലേ ഇവരങ്ങോട്ട് മാറ്റി വെക്കവന്. അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പൊ അടുത്ത ഡിഷിലേക്ക് നമുക്ക് പോകട്ടെ. അടുത്ത ഒരു പൊളപ്പൻ ഡിഷ് ഉണ്ട്. അപ്പൊ മച്ചാൻ ഇത് കണ്ട. ഓ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം കേട്ടോ. ഇതാരുടെ ബർത്ത്ഡേ? നിന്നെ മച്ചാനെ ഇന്നൊരു തന്നെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ പൊളിക്കാൻ പോയാണ്. ബർത്ത്ഡേ പ്ലസ് പാർട്ടി വെദർ പാർട്ടി. എന്നാ പിടിച്ചോ മുതേ ഉറങ്ങിയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ നമുക്ക് അകത്തോട്ട് കയറ്റി സെറ്റാക്കുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ആപ്പിൾ അങ്ങോട്ട് കയറ്റി നോക്കുക. എന്തിനാണ് ഈ ആപ്പിൾ എല്ലാവരും കയറ്റി അങ്ങോട്ട് വെക്കണേന്ന് ആർക്കെങ്കിലും അറിയോ? വി ആർ ഗോയിങ് ടു പുട്ട് ആൻ ആപ്പിൾ ഇൻസൈഡ് ബിക്കോസ് see everybody is doing that one, so I am also repeating the same thing. They do it in pork, you do it in turkey. Pork, everything we can put. Why, you know? Yeah, put it on the freshness. Yeah. It will enhance of the and softness of the this one. എന്തുണ്ടല്ലോ വെറുതെ ചടങ്ങ്, ഇതൊക്കെ ചടങ്ങാണ്ട. അപ്പൊ ഇതിന്റെ സീക്രട്ട് മസാല അറിയാലോ. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മൾ കുറച്ച് ബട്ടറും കൂടി അങ്ങോട്ട് പൂത്തി അങ്ങോട്ട് കയറ്റി വെക്കാൻ പോകണ്ട. പൊളപ്പനാവട്ടെ. മച്ചാന് കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അലൂമിനിയം ഫോയിൽ. ഇങ്ങനെ ഇരിക്കണേ നല്ല അടിപൊളിയായിട്ട് കുക്ക് ആവുള്ളത്. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ എവിടെയെങ്കിലും വെക്കാണ്ട ബട്ടർ. അപ്പൊ ബട്ടറും കൂടി വെച്ചിട്ട് ഓവനിലേക്ക് കയറ്റി ഇറക്കുമ്പോൾ 1 മണിക്കൂർ നമുക്ക് കുക്ക് ആക്കണതൊക്കെ. എതിരാ പൊതിഞ്ഞെടുക്കണേ, അല്ലാണ്ട് ഉത്സവം ഒന്നല്ല. അപ്പൊ ഞാൻ ഓലോട്ട് കയറ്റി വെക്കാം. അപ്പം മച്ചാനെ ബട്ടർ ഇട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക്. അപ്പൊ ഇത് ചൈനീസ് ഡിഷ് ആണ് മച്ചാനെ. ഗാർലിക് ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക്. ഗാർലിക് ബട്ടറിൽ മൂരിയണ ഒരു മണൂല് അടിപൊളിയല്ലേടാ. സ്പ്രിംഗ് ഒനിയൻ ഇബ്രാഹിം, സ്പ്രിംഗ് ഒനിയൻ നമ്മുടെ സ്ലൈസ് ഒനിയൻ അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. സ്പെഗറ്റി നമ്മുടെ ചിക്കനിലും പനീറിലും അങ്ങോട്ട് ഇട്ട് ചൈനീസ് സ്റ്റൈലിൽ അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് സോട്ട് ചെയ്യാൻ പോയി. അപ്പൊ ആ ഒരു റെസിപ്പി ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയായിരുന്നു, നിങ്ങൾ കാണിക്കാൻ പറ്റില്ല.
വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ടാണ് കുറേയൊക്കെ ഞാൻ വിട്ടുപോയത്. അപ്പം മച്ചാനെ നിങ്ങളൊന്നും കാണിക്കാണ്ട് ഞാൻ ഇവിടുന്ന് വിടൂല, എല്ലാ റെസിപ്പീസും ഞാൻ പറഞ്ഞു തരും. ഇത്രയും കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ചേക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും വേണം നമുക്കൊരു സംതൃപ്തി, മനസ്സിലായോ? അപ്പം നോളേജ് ഈസ് ആൻ ആസെറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കത് കൊടുക്കാൻ പറ്റും. മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരയണേ. അപ്പം അതനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. ഇല്ല എന്തിനാണെന്നറിയാം, ക്യാപ്സിക്കം 3 കളറിൽ അങ്ങാട് അടിപൊളിയായിട്ട് സ്ലൈസ് ചെയ്തോണ്ട ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും ബിയർ ഒന്നും ഇല്ലേന്ന്. ബിയർ ഉണ്ട്, ചില്ല് ചെയ്യാൻ വെച്ചേക്കണകത്ത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഷിപ്പിലപ്പോ ബിയർ മാത്രമേ അലൗഡ് ഉള്ളൂ, അതും 2 ബിയർ, 2 ചെറിയ ബിയർ. അപ്പൊ അത് <0.04% ആൽക്കഹോൾ ആയിരിക്കണം നമ്മുടെ ശരീരത്തിനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പലാണ്, എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കുക. എമർജൻസി വരെ കപ്പൽ മുങ്ങിപ്പോവാ. അപ്പൊ നമ്മ ആക്ഷൻ എടുക്കണം. നമ്മ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കപ്പലിൽ തീ പിടിച്ചാല്, കപ്പൽ മുങ്ങിയാല് അപ്പൊ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ആ ഡ്യൂട്ടി ചെയ്യാനെങ്കിലും ബോധം ഉണ്ടാവണം മച്ചാനെ എല്ലാ ടൈമിലും. അതുകൊണ്ടാണ് കമ്പനി ആ 2 ബിയർ മാത്രം ഒരാൾക്ക് കുടിക്കാൻ തന്നെ. അതിൽ കൂടുതൽ കുടിച്ചാൽ കമ്പനിന്ന് ജോലിയിൽ നിന്ന് അവർ പുറത്താക്കും, മനസ്സിലായി? അപ്പൊ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ പോലീസുകാർ ഊതിക്കൂലേ, ആ ഒരു മെഷീനൊക്കെ ഇവിടെ ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിച്ചിട്ട് ഊതിക്കും ആരെങ്കിലും അടിച്ചിട്ടുണ്ടാന്ന്. ആൽക്കോൾ കിട്ടാൻ പല വഴിയുണ്ട്. ഇവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വരാം, പിന്നെ ബങ്കർ ആൾക്കാർ കൊണ്ടുവരുമ്പോ ആൽക്കോള് അവര് നമുക്ക് വിൽക്കാറുണ്ട്. അതൊക്കെ വാങ്ങാം. റിസ്ക് ആണ്, പിടിച്ചു കഴിഞ്ഞാൽ പണി പോണ കേസാണ്. അതിന് ആരും നിൽക്കരുത് കപ്പലിൽ വന്നാൽ. അപ്പം മച്ചാനെ 2 ബിയർ വെച്ച് സാറ്റിസ്ഫൈഡ് ആവാം, ഹെൽത്ത് നന്നാക്കാം, വെള്ളോടി നിർത്താൻ പറ്റിയ ഒരു ഫീൽഡാണ് കപ്പൽ ഫീൽഡ്. അപ്പൊ അത് നോക്കിയിട്ട് ആൾക്കാർ വന്നാൽ മതി കേട്ടോ. മച്ചാനെ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിച്ചത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഗാർലിക്, ജിഞ്ചർ, ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. മാഗി പൗഡർ ഇടാം. മാഗി പൗഡർ ഇത് ചൈനീസ് ആണ്, ചൈനീസ് പൗഡറാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടോട്ടോ. ഇത് 2 രീതി ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ ഇപ്പൊ സോയാ സോസ് ഒഴിക്കുക. അപ്പൊ സോയാ സോസ് ഒഴിച്ചാൽ ഡാർക്ക് കളർ ആയിരിക്കും. സോയാ സോസ് ഒഴിച്ചില്ലെങ്കിൽ നല്ല സ്പെഗറ്റിയുടെ അടിപൊളി കളർ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ സോയാ സോസ് ഒഴിക്കണല്ലോ. സോയാ സോസ് ഒഴിച്ചാൽ വേറൊരു കളറാവും. ടൊമാറ്റോ കെച്ചപ്പും കൂടി അങ്ങോട്ട് ഒഴിക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ടില്ലേ, ഇതിന്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കാം. അപ്പം മച്ചാനെ വെജ് ഉണ്ടാക്കാണ്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പം മച്ചാനെ കുറച്ച് ഗാർലിക് അങ്ങോട്ട് ഇട്ടിട്ടില്ലേ, പനീർ സ്ലൈസ് ചെയ്തത്. ഇത് വെജിറ്റേറിയൻസിനാണ്ട. പനീർ സ്ലൈസ് ചെയ്ത് അങ്ങോട്ട് സോട്ട് ചെയ്യാം ബട്ടറിൽ. അപ്പം മച്ചാനെ നമ്മുടെ പനീർ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഇതിന്ന് ആ ഒരു നമ്മ ഉണ്ടാക്കി വെച്ച ആ ബേസിൽ അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പൊളപ്പൻ കണ്ടാ, ആ ഒരു ബേസ് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാഗി ക്യൂബ്സില്ലേ, ആ ഒരു മാഗിയുടെ പൊടി അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇത് ചൈനീസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യണത്. ഇതൊക്കെ റെസിപ്പിയിലുള്ളതാണ് മച്ചാനെ. അപ്പൊ ഇതും കൂടി അങ്ങാട് ഇടാം. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ. അടിപൊളി റെസിപ്പീസ് നമ്മളെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ആ ഒരു സ്പെഗഡിയില്ലേ, അങ്ങാടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നല്ലോണം സോട്ട് ചെയ്യുക, നല്ലോണം ഇത് മിക്സ് ആവണം. ഇത് പൊളപ്പം സാധനം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. സിമ്പിൾ ആയിട്ട് വീട്ടിലുണ്ടാക്കാന്നുള്ളു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ എന്റെ പൊന്നളിയാ. അപ്പൊ ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസ് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. ടൊമാറ്റോ കച്ചപ്പും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കച്ചപ്പും പിന്നെ കുറച്ച് ചില്ലി ഗാർലിക്കും കൂടി അങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ട് സോട്ട് ചെയ്യാം. പൊളപ്പൻ, പൊളപ്പൻ, പപ്പളപ്പൻ. എന്നിട്ട് ഫൈനലി സ്പ്രിംഗ് ഒനിയൻ ഇടാം. സ്പ്രിംഗ് ഒനിയൻ ഇട്ടാൽ പിന്നെ ഇത് ചൂടാക്കരുത്, ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങാട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം വെച്ചാൽ ഇനി നമ്മുടെ നോൺ വെജ് ചിക്കൻ നേരത്തെ ബോയിൽ ചെയ്തിട്ട് ഉപ്പിട്ട് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്താണ്ടത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ സോസേജസ് കട്ട് ചെയ്തിടാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എന്നാലും ഇതൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ കടയിൽ പോയി വെറുതെ കുറെ കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കാണാൻ മാത്രമുള്ള വലിയൊരു സംഭവം, പക്ഷേ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ് വീട്ടിലുണ്ടാക്കുക. ഓക്കെ, അപ്പൊ കടയിൽ പോയാൽ അവർ അജിനോമോട്ടോ ഒക്കെ ഇടും. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാൽ നിങ്ങളുടെ പിള്ളേർക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ അജിനോമോട്ടോ ഒന്നും ഇട്ടിട്ടില്ല, സോയാ സോസ് പോലും ഒഴിച്ചിട്ടില്ല. വേണമെങ്കിൽ ഒഴിക്കാം. സോസൊക്കെ അധികം നമ്മുടെ ശരീരത്തിൽ ഇതൊന്ന് സോട്ടായിട്ട് നമ്മുടെ ബാക്കിയുള്ള മറ്റേ സ്പെഗതി അങ്ങോട്ട് ഇടാം. ആ മാഗി പൗഡർ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി ഗാർലിക്, ജിഞ്ചർ, ചില്ലി, ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. കുറച്ച് അവസാനം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യടാം. അപ്പൊ ജനെ
നല്ല ചിക്കൻ സ്പെഗഡി ആ ഒരു സോട്ട ആവാണ്ട് കേട്ടോ മച്ചാനെ. ഉളപ്പം സാധനങ്ങൾ വെറുതെ ഇരുന്ന് തിന്നാം. ഫൈനലി നമ്മളെ സ്പ്രിംഗ് ഒനിയൻ ആയിട്ട് കൊടുക്കാം. അപ്പം മച്ചാന്മാര് ഈ പ്രാവശ്യം നമുക്ക് തന്നേക്കണത് ഇതേ കാസ്ബർഗിന്റെ ബിയറാണ്. കാസ്ബർഗിന്റെ ബിയർ ഇപ്പൊ അതുപോലെ 2 ബിയർ നമുക്ക് തരുള്ളൂ. കമ്പനി ആൽക്കോഹോൾ പോളിസിയാണ് 0.04. അപ്പൊ മച്ചാനെ കഴിഞ്ഞ പ്രാവശ്യം തന്ന ബിയർ ഏതായിരുന്നു? ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമ്പനി, ഞാൻ മറന്നുപോയിട്ടാ. അപ്പൊ കാസ്ബർഗിന്റെ ബിയറാണ് ഈ പ്രാവശ്യം ചില്ലിയ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആൽക്കോഹോൾ കഴിക്കാത്തവർക്ക് കൊക്കക്കോള ഉണ്ട്, പെപ്സി ഉണ്ട്, പിന്നെ അതെ നമ്മുടെ സ്റ്റാർബക്സിന്റെ കോൾഡ് കോഫി വരെ നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് ഏതെങ്കിലും കമ്പനി കൊടുക്കണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ മെക്ഡോണൽഡ്സ് നമുക്ക് ഒരു അടിപൊളി ഓഫർ തന്നെയുണ്ട്. 149 രൂപ പർച്ചേസ് ചെയ്താൽ അവര് അടിപൊളി സ്പെഷ്യൽ പപ്സും ഫ്രഞ്ച് ഫ്രൈസും ഫ്രീ. കുറെ പ്രൊമോ കോഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് യൂസ് ചെയ്തോ. അപ്പൊ മച്ചാനെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞങ്ങൾ പൊളിക്കാൻ പോയത് വരെ പൊളിക്കാൻ പോയത് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ തർക്കിക്കുട്ടന്മാര് തർക്കിക്കുട്ടന്റെ 1 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് അവസ്ഥ നോക്കട്ടെ. അതെ അടച്ചു വെക്കാം. പിന്നെ നമുക്ക് ഓവൻ ഓൺ ആക്കാം. ഇനി ഇവൻ കുറച്ചു നേരം കൂടി ലോ ടെമ്പറേച്ചറിൽ ലോ കുക്ക് ആവട്ടെ. കണ്ട എന്റെ ബട്ടർ മുരിയനണ്ട. ഇനി ഇവൻ വെന്താന്ന് അറിയാൻ നമുക്ക് എവിടെ എന്റെ ശരീരം മൊത്തം മസാല ആക്കിയ ഇവനാ നമുക്ക് കുത്തി കൊല്ലാൻ പോയാണ്. അപ്പൊ വെന്താന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കാട്ടാ. ഓ പൊളിയാണ് ഇവൻ. വേണ്ട നോക്കിക്കോ. അപ്പം മച്ചാനെ നമ്മുടെ അടുത്ത പാർട്ടിയിലെ ബർത്ത്ഡേ ഗായാണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും ഉണ്ട് പൊളിക്കാനേ. അടുത്ത പാർട്ടി നമ്മുടെ ചെമ്മരിയാടിന്റെ ഇറച്ചി പുള്ളിക്കാരെ എടുക്കണ്ടട്ടാ. അപ്പൊ തേർഡ് എഞ്ചിനീയർ ചെമ്മരിയാട് പൊളി നല്ലല്ലേ. തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് മച്ചാനെ? എന്താണ് നിങ്ങളെ ബുക്ക് ചെയ്തിരിക്കുന്നു? എന്തിനാണ്? വല്ല കാറ്ററിംഗ് സർവീസ് ഉണ്ട്? വല്ല കാറ്ററിംഗ് സർവീസ് ഉണ്ട്? നമ്മളെല്ലാരും കൂടുന്നു. അപ്പൊ മച്ചാനെ ആ വീഡിയോ കമ്മിങ് സൂൺ എന്നാണ് മച്ചാനെ? നാട്ടിൽ ഇത് ബീഫിൽ കിട്ടും, പക്ഷെ മട്ടണിൽ ഈ സാധനം കുറവായിരിക്കും. മീറ്റിലല്ല, മീറ്റ് ഇത് ചെമ്മരിയാണ്, മറ്റേത് മട്ടണിൽ കിട്ടുള്ളൂ. ഈ സാധനം നമ്മുടെ കപ്പലില്ലേ ഉജേറയെന്ന് ഓർഡർ ചെയ്താലും സിംഗപ്പൂരിനെ എവിടുന്ന് ഓർഡർ ചെയ്താലും ഈ സാധനം വരുള്ളൂ. നമ്മുടെ നാടൻ മട്ടൻ വരൂല. പക്ഷെ നാടൻ മട്ടൻ കൊണ്ട് ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുന്നില്ല. നാടൻ മട്ടൻ ഭയങ്കര ഹാർഡായി പോയി ഇത്രയും സോട്ട് ചെയ്താല്. മനസ്സിലായ? അകത്തിരുന്ന് ഓ അടിച്ചു കയറി വാ. കപ്പ മീന എന്താന്ന് വെച്ചാൽ അടിച്ചു കയറി വാ. ഇന്ന് എന്റെ ചെലവ്. അടിച്ചു കയറി വാ. നല്ല അരച്ച മസാലയാണ് മച്ചാമാരെ. നല്ല ചൂടൻ സാധനം. എല്ലാരും പഠിച്ചോ 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 പഠിച്ചോ. അടിച്ചു കയറി വാ എല്ലാരും. പൊളിസാരം പൊളിസാരം തറക്കിട വീത്. അടുത്ത എല്ലാവർക്കും തരാം. ഇനി വേണോ എല്ലാവർക്കും? ഇതിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഒരു ഉള്ളി കഷ്ണം, പിന്നെ ഒരു ഇച്ചിരി ടൊമാറ്റോ ഇതിട്ടിട്ട് ഇച്ചിരി നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒരു വേറെ ലെവൽ. നല്ല മൊരി 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 പീസ് കഴിക്കാൻ പറ്റും. ഓ ടർക്കി എന്ന് പറയല്ലേ, ടർക്കി ടർക്കി തന്നെയാണ്, വേറെ ടേസ്റ്റ് ആണ്. ആ ഓ വേവ് കൂടുതലാണ്, ഒന്നും പറയാനില്ല. 1.5 മണിക്കൂർ ഇന്ന് കുക്ക് ചെയ്യുന്നുണ്ട്.